children, welcome back to my channel LKLS Maths class in the SSLC first chapter Maths page number 28 fifth section third and fourth ആണ് ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പം എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. സി റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസസ് ഡിസ്ക്രൈബ്ഡ് ബിലോ. അതായത് 3 ടേംസ് നമ്മൾ കണ്ടെത്തണം. തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസസ് ഇവിടെയുണ്ട്. സോ ഫസ്റ്റ് ടേം എന്താണ് 30 ആൻഡ് സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ് ഈസ് 300. എന്താ നമ്മളോട് പറഞ്ഞേക്കുന്നത്? ആദ്യത്തെ പദം തന്നിട്ടുണ്ടല്ലേ 30, പിന്നെ അത് ആദ്യത്തെ 5 ടേംസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 300 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു സമ്മാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ഈ ഫസ്റ്റ് ടേമിനെ ഡിനോട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ x1 ആയിട്ടാണ് ആൻസർ കേട്ടോ അത്. സോ x1 എത്രയാണ്? ഫസ്റ്റ് ടേം മീൻസ് x1 അത് 30 ആണല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? S5 എന്ന് എഴുതാം. സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് എന്നാണ് ഇതിൻ്റെ മീനിങ് കേട്ടോ. അപ്പോൾ ഇവിടെ 300 ആണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ 5 ടേംസാണ് തന്നിട്ടുള്ളത് അല്ലേ. 1 2 3 4 5 ഇത് എല്ലാം കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു നമ്പർ നമുക്കിവിടെ തന്നിട്ടുണ്ട് 300. ഇതിലെ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 30 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളിവിടെ എന്താ വെച്ചാൽ ആദ്യമേ തന്നെ ഫസ്റ്റ് ആയിട്ടുള്ള മിഡിൽ ടേമിനെ നമുക്ക് കണ്ടെത്തണം. ഇതിൽ ഏതാണ് മിഡിൽ ടേം നോക്കിയേ? ഇത് രണ്ടും ഒന്നായി, ഇത് രണ്ടും ഒന്നായി, ബാക്കി വന്നിട്ടുള്ള ഈ മിഡിൽ ടേം. സോ ആ മിഡിൽ ടേമിനെ വേണം നമ്മൾ. ഇതിപ്പോൾ ഈ നമ്പർ ഓഫ് ടേംസ് 5 ആണ്. 5 എന്ന് പറഞ്ഞാൽ എന്താ? 5 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഓഡ് നമ്പർ കേട്ടോ, ഒറ്റ സംഖ്യയാണ്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് മിഡിൽ ടേം കണ്ടെത്തുക. മിഡിൽ ടേം MT എന്നിട്ടിട്ടുണ്ട്. മിഡിൽ ടേം എന്നാണ് ഇതിൻ്റെ ഫുള്ള് ഷോർട്ടായിട്ട് എഴുതിയതാണ്. സോ അതിന് ചെയ്യാൻ എന്ത് ചെയ്യണം? മിഡിൽ ടേമിനെ കണ്ടെത്താൻ 300 ബൈ നമ്പർ ഓഫ് ടേംസ് കേട്ടോ. എത്ര ടേംസാണ്? 5 ടേംസ്. സോ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 60 കിട്ടും. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് എവിടുത്തെ ടേം കിട്ടിയ അതാ ഇവിടെ നമുക്ക് 60 കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി നമ്മളിത് ഇവിടുത്തെ കണ്ടെത്തണം. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെ മിഡിലിൽ കിടക്കുന്ന ഒരു ടേം അതിനെ ഫാസ്റ്റായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. സോ ഇതിൻ്റെ മിഡിൽ ടേമിനെ കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? 30 + 60 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 90/2 കിട്ടും. 90നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 45. അപ്പോൾ ദേ ഇവിടുത്തെ നമ്പർ നമ്മൾ കണ്ടുപിടിച്ചു. കണ്ടോ? അപ്പം ഇത്രയും നമ്പർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി 2 കൂടി കണ്ടെത്തിയാൽ മതി. അപ്പോൾ ഇത് രണ്ടും കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് നമ്മൾക്ക് അറിയണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻസ് കാണാം. ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അതായത് ഇത് x1 ആണ്, ഇത് x2 ആണ്, x3, ഇനി x4 x5 ആണ് നമ്മളിവിടെ കണ്ടെത്തേണ്ടത്. അപ്പോൾ x3 എന്ന് പറയുന്ന മൂന്നാമത്തെ നമ്പറാണ്. ആ 60 x2 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നോക്കിയേ, x3 - x2 എന്ന് കൊടുക്കാം. x3 എന്ന് പറയുന്നത് ആരാണ്? 60 ആണ്. സോ ഇവിടെ 60 - x2 എന്ന് പറയുന്ന ആരാണ്? 45 ആണ്. എത്ര കിട്ടി നമുക്ക്? 15 കിട്ടി. ഇനി നമുക്ക് ഒരു ഡിഫറൻസിനും കൂടെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. നോക്കിയേ, 45 - 30 വിച്ച് മീൻസ് x2 - x1. ഓക്കെ, സി x2 - x1 എന്ന് പറയുന്ന x2 ആരാണ്? 45. സോ 45 - 30. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം നമുക്ക് ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഇത് എഴുതി. ഇവിടെയും എന്ത് കിട്ടി? 15 കിട്ടി. അപ്പോൾ ഡിഫറൻസ് ഒക്കെ ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഈ ഡിഫറൻസ് നമുക്ക് ഈ എന്താണ് ഈ ടേംസിന് നമുക്ക് ഒന്നുകൂടി താഴോട്ട് എടുത്ത് എഴുതാം കേട്ടോ. ഏതൊക്കെയാണ് നമുക്ക് കിട്ടിയെന്ന് നോക്കിയാൽ 30 45 60 അല്ല. ഇനി ഇവിടെ 2 ടേമും കൂടി നമുക്കിവിടെ കണ്ടെത്താനുണ്ട്. അപ്പം ഇത് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? ഇതല്ലേ നമ്മുടെ ഡിഫറൻസ്. കണ്ടോ? 30യിലൂടെ 15 ആഡ് ചെയ്യപ്പോൾ 45 കിട്ടി. 45ൻ്റെ 15 ആഡ് ചെയ്യപ്പോൾ 60 കിട്ടി. എഗെയിൻ 60ൻ്റെ കൂടെ 15 ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 75 കിട്ടും അല്ലേ. ഇനി 75ൻ്റെ കൂടെ വീണ്ടും 15 ആഡ് ചെയ്താൽ നമുക്ക് എത്രയായിരിക്കും കിട്ടുക? 90 കിട്ടും. കണ്ടോ? അപ്പോൾ ഇതെല്ലാം കൂടെ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കാം. നമുക്ക് എന്ത് കിട്ടും? ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സം ഓഫ് 5 ടേംസ് 300 എന്നാണ് ഇതേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള. അത് തന്നെ നമുക്കിവിടെ കിട്ടുകയും ചെയ്യും. ഓക്കെ, കൗണ്ട് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫസ്റ്റ് ടേം 30 തന്നെയാണ്. സം ഓഫ് ദ ഫസ്റ്റ് 6 ടേംസ്. ഇത് നോക്കിയാൽ 6 പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇത് ചെയ്യുമ്പോൾ എന്തായിട്ട് എടുക്കണം? പെയറായിട്ട് വേണം ചെയ്യാൻ. കാരണം 6 ഈസ് ആൻ ഈവൻ നമ്പർ അല്ലേ. അപ്പോൾ നമുക്കത് ചെയ്യാം. ഫസ്റ്റ് ടേമിനെ ഡിനോട്ട് ചെയ്യുന്ന മുന്നേ പറഞ്ഞ പോലെ തന്നെ എന്തായിട്ടാണ്? x1 ആയിട്ട് ഡിനോട്ട് ചെയ്യുക. സോ x1 = വാട്ട്? 30. ഇനി സം ഓഫ് 6 ടേംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് S6 എന്ന് എഴുതാം.
സം ഓഫ് 6 ടേംസ് ദാറ്റ് ഇസ് 300 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ഇതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്, ആദ്യത്തെ ടേം തന്നിട്ടുണ്ട്, പിന്നെ ഇവിടെ ഇല്ല, ഇതില്ല, അപ്പോൾ 3ആയി, ദെൻ 4, 5, 6 ഉണ്ട്, 1 2 3 4 5 6 ടേംസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ 300 എന്ന് എഴുതിക്കൊള്ളുക. ഇതിനെ നമുക്ക് പെയർ ആക്കാം. എങ്ങനെയാണ് പെയർ ആക്കുന്നത്? ഈ രണ്ടറ്റത്ത് കിടക്കുന്നതും ഒരു പെയർ അല്ലേ. ഇത് ഈവൻ നമ്പറാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഈവൻ നമ്പർ ആണെങ്കിൽ നമ്മൾ പെയർ ആക്കുക. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി ഒരു പെയർ, ഇനിയോ ഈ നടുക്ക് കിടക്കുന്ന രണ്ടും കൂടി ഒരു പെയർ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എത്ര പെയർ കിട്ടി? ഇവിടെ ടോട്ടൽ 6 ഉണ്ട്. അതിൻ്റെ പെയർ ആകുമ്പോൾ എത്രയാണ്? 3 പെയേഴ്സ് ഇല്ലേ? ഉണ്ടോ? ഹിയർ വി ഗോട്ട് 3 പെയേഴ്സ് അല്ലേ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പെയറിൻ്റെ സം നമുക്ക് കണ്ടെത്താം. അതായത് ഈ 30യും ഇതും കൂടെ ഉള്ള സം നമുക്ക് കണ്ടെത്താം. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ്, സം ഓഫ് 1 പെയർ എന്ന് എഴുതിക്കോ. സം ഓഫ് 1 പെയർ ഈക്വൽ ടു എന്ത് ചെയ്യാം, നമുക്ക് എത്ര പെയേഴ്സാണ് ഉള്ളത്? 3 പെയേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഈ 300നെ എന്തും കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 100 കിട്ടി. ക്ലിയർ ആയല്ലോ. പിന്നെ നമുക്കിവിടെ 30 എന്നുള്ളൊരു ടേം നമുക്കിവിടെ തന്നിട്ടുമുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഒന്നും കൂടി എഴുതാം കേട്ടോ. ഇതാണ് ഫസ്റ്റ് ടേം 30. അതിന് നമുക്ക് ഇവിടുത്തെ അറിയില്ല, ഇവിടുത്തെ അറിയില്ല, ഇവിടുത്തെ അറിയില്ല. 2 3 4 5 ദെൻ 6. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കണ്ടെത്തണം. നമുക്ക് ഇവിടെ ഇപ്പോൾ ഈ 30യും ഇവിടെയുള്ള ഒരു നമ്പറും കൂടി, ഇത് ഏതാണിത്? x6 ആണ് അല്ലേ. ഇത് x1 x2 x3 x4 x5 x6. അപ്പോൾ x1ഉം x6ഉം കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ 100 എന്ന് പറയുന്നത്. അതുപോലെ ഓരോ ടേമും ഓരോ പേഴ്സ്, ഇപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 100 കിട്ടും, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 100 കിട്ടും, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 100 കിട്ടും. അപ്പോൾ 300 ആയില്ലേ. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഇവിടുത്തെ നമ്പറിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇപ്പോൾ 100 നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, സോറി, ഇവിടെ 300 ആണ് കേട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ 300നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 100 കിട്ടി. അപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് ടേം, അതായത് നമ്മളിപ്പോൾ ചെയ്തത് x1ഉം പ്ലസ് x6ഉം കൂടെ കൂട്ടുന്നതാണ് നമുക്കിപ്പോൾ കിട്ടിയത് 100 കിട്ടിയിട്ടുള്ളത്. അതിൽ നമുക്കിവിടെ x1 തന്നിട്ടുണ്ട്. x1 എത്ര തന്നിരിക്കുന്നത്? 30 ആണ്. പ്ലസ് x6 ഈക്വൽ ടു ആണ് നമുക്ക് കിട്ടിയ ഈ 100 അല്ലേ. അങ്ങനെയാണ് നമുക്ക് x6ൻ്റെ വാല്യൂ കണ്ടെത്തണ്ടേ. നോക്കിയേ, 100 ഇവിടെ എഴുതുക, ഈ 30 ഇപ്പറേക്ക് വരുമ്പോൾ എന്തായി? മൈനസായി. അപ്പോൾ x6 ഇസ് ഈക്വൽ ടു വാട്ട്? 70. കണ്ടോ? അപ്പോൾ 70 കിട്ടി. അപ്പോൾ ഇതേ നോക്കിയാൽ ഇവിടെ, അതായത് ഇവിടെ നമുക്ക് ഓൾറെഡി 30 ഉണ്ട്, ഇവിടെ എത്രയായി? 70യും കിട്ടി. കണ്ടോ? 30യും 70യും കൂടെ കൂട്ടി എത്ര കിട്ടി? നമുക്ക് ഈ 100 കിട്ടിയില്ലേ? പെയർ ഓഫ് 1 സം. കണ്ടോ? ഈ രണ്ട് പെയറുകൾ കൂട്ടിയപ്പോൾ നമുക്ക് 100 കിട്ടി. അതുപോലെ ഇവിടെ കിട്ടണം, ഇവിടെ കിട്ടണം. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനത് ഒന്നുകൂടെ എടുത്ത് എഴുതാണ് കേട്ടോ. ആദ്യത്തെ ടേം 30 ഉണ്ട്, പിന്നത്തെ അറിയില്ല, പിന്നത്തെ അറിയില്ല, പിന്നത്തെ അറിയില്ല, പിന്നത്തെ അറിയില്ല. അപ്പോൾ 1 2 3 4 5 അവസാനത്തെ നമുക്ക് കിട്ടി. കണ്ടോ? അതെല്ലാം കൂടെ ചെയ്യുമ്പോൾ 300 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മറ്റുള്ള ടേംസ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ആരെ കണ്ടുപിടിക്കണം? ഡിഫറൻസിനെ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. സോ ഡിഫറൻസ് എന്ന് പറയാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇത് x1 ആണ്, ഇത് x2 ആണ്, x3 x4 x5 ഇത് x6. അപ്പോൾ ഡിഫറൻസ് കാണാൻ നമുക്ക് എന്ത് ചെയ്യണം? ഈ x6 മൈനസ് x1 ചെയ്യുക. ഓക്കെ, അപ്പോൾ x6ൻ്റെ സ്ഥാനത്ത് ആരെ എഴുതണം? നമുക്കിവിടെ 70 എഴുതാം. മൈനസ് x1ൻ്റെ സ്ഥാനത്ത് ആരെ എഴുതേണ്ടേ? 30 എഴുതുക. ക്ലിയർ ആയല്ലോ? അപ്പം നമുക്ക് എന്ത് കിട്ടും? സോറി, ഇനി ഇവിടെ ഒരു ഇതും കൂടി ഉണ്ട് കേട്ടോ. ബൈ x6 മൈനസ് x1 ബൈ 6 മൈനസ് 1. അതായത് ഇവിടെ ഒന്നും കൂടി തരാം. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അതായത് ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ടേംസ്, ആറാമത്തെ നമ്പർ ഏതാണ്? 70 ആണ്. പിന്നെ x1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ നമ്പർ ആരാണ്? 30 ആണ്. ഇനി ഇവയുടെ പൊസിഷനാണ് കേട്ടോ. അതായത് 6 മൈനസ് 1 അങ്ങനെ തന്നെ കൊടുക്കുക. അപ്പോൾ 70ന് 30 റെഡ്യൂസ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 40 കിട്ടും. 6ന് 1 റെഡ്യൂസ് ചെയ്താൽ എത്ര കിട്ടും? 5 കിട്ടും അല്ലേ. ഇതിനെ ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടി? 5. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഇവിടെ ഡിഫറൻസ് കിട്ടിയത് നമുക്ക് 8. ക്ലിയർ ആയല്ലോ? ഇനി എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഫസ്റ്റ് ടേം എത്രയാണ്? 30 ആണ് അല്ലേ.
ഈ 30യുടെ കൂടെ 8 ആഡ് ചെയ്താൽ അടുത്ത നമ്പർ നമുക്ക് കിട്ടില്ലേ? 38 കിട്ടും. ഇനി 38ൻ്റെ കൂടെ 8 ആഡ് ചെയ്താൽ എത്രയായിരിക്കും കിട്ടുന്നത്? അതേ നോക്കിക്കേ, 38 + 8 16, ശിഷ്ടമാണ് 46 കിട്ടും. കണ്ടോ, ഇവിടെ 46 കിട്ടും. ഇനിയോ അടുത്ത ടേം കിട്ടാനോ ഈ 46ൻ്റെ കൂടെ വീണ്ടും ആരെ കൂട്ടണം? ഡിഫറൻസ് ആയിട്ടുള്ള 8 കൂട്ടുക അല്ലോ. അപ്പോൾ എത്ര കിട്ടി? 6 6 12 14, ശിഷ്ടമാണ് 54 കിട്ടി. ക്ലിയർ ആയല്ലോ? അപ്പോൾ അടുത്ത ടേം കണ്ടുപിടിച്ചു. വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം? 54നോടെ വീണ്ടും 8 കൊടുക്കുക. അതേ 12. എത്ര കിട്ടി? നമുക്കിവിടെ 62 കിട്ടി. അപ്പോൾ എത്ര ടേംസായി? 1 2 3 4 5 ആയി അല്ലേ? ഈ 62ൻ്റെ കൂടെ വീണ്ടും നമുക്ക് ആരെയാണ് കൂട്ടേണ്ടേ? 8 കൂട്ടുക. ഇവിടെ 8 കൂട്ടി എത്രയായിരിക്കും കിട്ടുന്നത്? നമുക്ക് 70 കിട്ടും അല്ലേ? അത് പിന്നെ നമ്മൾ ഓൾറെഡി കണ്ടെത്തി വെച്ചു. അപ്പോൾ ആയില്ലേ ഇപ്പം എല്ലാം? 1 2 3 4 5 6 കണ്ടോ? ഇത് നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്. പക്ഷേ നമ്മൾ ഈ ഡിഫറൻസ് കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും അത് കിട്ടി. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് 300 കിട്ടും. നല്ല കണക്കല്ലേ ഇത്? കണ്ടോ, ഇതൊക്കെ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 300. അപ്പോൾ നമ്മൾ എല്ലാ ടേംസും നമ്മൾ കണ്ടെത്തി. ക്ലിയർ ആയല്ലോ? നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ഫോം ചെയ്യാനാണ്. അപ്പോൾ ഇങ്ങനെ പ്ലസ് ഒന്നും ഇടണ്ട കേട്ടോ. ഇത് കോമ ഇട്ട് ചുമ്മാ 30, 38, 46, 54, 62, 70. അതായത് ഈ ടേംസ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 300 കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് ഇട്ട് കാണിച്ചത്. മനസ്സിലായോ അല്ലേ? താങ്ക് യു.